എമ്പുരാൻ സിനിമ കണ്ടു. ഈ സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ എന്റെ ട്രെയിലർ കണ്ടിട്ട് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിരുന്നു ഒരാഴ്ച മുമ്പ്. ഈ സിനിമ അതിൽ 99% ശരിയായിട്ട് വന്നിട്ടുണ്ട്. ആ 1% ശരിയാകാതെ പോയത് അത് ഞാനങ്ങ് സമ്മതിച്ചേക്കാം. മോഹൻലാലിനെ ഞാൻ പൊണ്ണത്തടിയൻ എന്ന് വിളിച്ചായിരുന്നു എന്റെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ. ഏതായാലും അദ്ദേഹം പൊണ്ണത്തടിയൊക്കെ കുറച്ചിട്ടുണ്ട്. എന്തൊക്കെയോ മരുന്ന് കഴിച്ചാന്ന് തോന്നുന്നു, ആ തടിയൊക്കെ കുറച്ച് വന്നിരിക്കുകയാണ്. എങ്കിലും അത് തന്നെ പറഞ്ഞോട്ടെ, സ്ലോഹൻലാൽ എന്ന് തന്നെ ഞാൻ ഇപ്പോഴും വിളിക്കുന്നു. മോഹൻലാൽ അല്ല. മോഹന പ്രവൃത്തികളൊന്നും ഇപ്പൊ ഇല്ല. സ്ലോ ആയിട്ട് മാത്രമേ ഉള്ളൂ. നടക്കുന്നതിനെ സ്ലോ ആയിട്ട് അതിനെ വീണ്ടും സ്ലോ മോഷൻ ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ തന്നെ ഇവിടെ അദ്ദേഹത്തിന് മൊത്തം സ്ലോ ആണ്. ഇനി നമുക്ക് സിനിമയിലേക്ക് കിടക്കാം. എന്താണ് ഈ സിനിമ? ഇത് മൊത്തത്തിലുണ്ടല്ലോ ഒരു മസാല പടമാണ്. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറെ ആക്ഷൻ എടുത്ത് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ഇമോഷൻ കൂടെ മിക്സ് ചെയ്ത് ഒരു തരത്തില് ഈ ചിക്കൻ കറിയും സാമ്പാറും രസവും പിന്നെ ആ കൂട്ടത്തിൽ കുറെ ചൈനീസ് നൂഡിൽസും എല്ലാം കൂടി ഇല്ലേ. ചില ഹോട്ടലിലൊക്കെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നതാണെങ്കില് ഇന്ത്യൻ മുഗളായി ചൈനീസ് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ സിനിമയും. ഇതൊരു ഇന്ത്യൻ മുഗളായി ചൈനീസ് കോമ്പിനേഷനാണ്. ഈ മുഗളായി എന്ന് പറയുന്നത് ഇന്ത്യൻ അല്ലേന്ന് ചിലപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും ആവട്ടെ, വേണം പോയി കാണാം ഈ സിനിമ. അതല്ലാതെ ഇതൊരു വലിയ ഗ്രേറ്റ് മൂവിയാണ്, സൂപ്പർ ഹിറ്റാണ്, കണ്ടില്ലെങ്കിൽ അതൊരു നഷ്ടമായിരിക്കും എന്നൊന്നും പറയാനും മാത്രമുള്ള ഒരു മൂവിയൊന്നും അല്ലത്. ഇതൊരു ആവറേജ് പടം. ഒരു 10ല് 5 മാർക്ക് വേണമെങ്കിൽ 6 വരെയൊക്കെ ഞാൻ കൊടുക്കാം. അതിനപ്പുറത്തോട്ടൊന്നും കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇപ്പോൾ നടക്കുന്ന കുറെ തർക്കങ്ങളുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലും TV ചാനലുകളിലും ഒക്കെ. തിരിച്ചിട്ടും മറിച്ചിട്ടും അങ്ങ് ചർച്ചയാണ്, അങ്ങ് ബഹളമാണ് എല്ലാവരും കൂടെ. ആ കൂട്ടത്തിൽ മന്ത്രിമാരോട് കൂടിയിട്ടുണ്ട്. എനിക്ക് ഇത് ബഹളം എല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്കൊരു സംശയം. ഈ സംശയം ശരിയാണെന്ന് തെളിയിക്കപ്പെടും എന്നാണ് എന്റെ വിശ്വാസം. കേന്ദ്രമന്ത്രി ആരാണ്? സിനിമാ നടൻ സുരേഷ് ഗോപി, RSSന്റെ BJPയുടെ മന്ത്രി. അദ്ദേഹത്തിന്റെ കൂട്ടുകാരല്ലേ ഇവരൊക്കെ, ഈ മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ. എല്ലാരും ഒരു ഫാമിലിയിൽ നിന്ന് വന്നവരല്ലേ, ഏത് സിനിമ ഫാമിലിയിൽ നിന്ന്. ഇവിടെ ഇങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ട്, അതായത് RSSകാർ ഇടപെടുന്നു, BJPക്കാർ ഇടപെടുന്നു, പിന്നെ ഈ അണികളുണ്ടല്ലോ മോഡി ഭക്തന്മാര്, അവരെന്തെങ്കിലും ഏതെങ്കിലും ഒരു നേതാവ് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് അങ്ങ് വിളിച്ചു പോകാനിരിക്കുന്നവരാണ് അവരും. അവരെ കൊണ്ട് കുറെ ഓളം ഉണ്ടാക്കിക്കുക. എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ ഡൽഹിയിലേക്ക് വിളിച്ചു പറയുന്നു. മോഹൻലാലിനെ കുറിച്ച് കുറെ അനാവശ്യ വാക്കുകൾ വേറെ ചിലർ പറയുന്നു. ഇത് കൂടുതലും ക്രിറ്റിസിസം നടത്തുന്ന ആരാണ്? വെറ്ററൻ BJPക്കാരാണ്, അതായത് പെൻഷൻ പറ്റിയ BJPക്കാരാണ്. അവരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചിട്ട് സുരേഷ് ഗോപി ബാക്കി നിന്നൊരു കളി. എന്നിട്ട് പറയുകയാണ് കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കുന്ന കുറെ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്, ഹിന്ദുമതത്തെ അധിക്ഷേപിക്കുന്ന കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിലൊരു ഓളം ഉണ്ടാക്കുക. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ഒരു ഓർഡർ വരുന്നു, ഇതിനെ കട്ട് ചെയ്യണം, കുറെ ഭാഗങ്ങള് കട്ട് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ സെൻസർ ബോർഡ് എന്നൊരു സ്ഥാപനം ഇല്ലേ, ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് ഇല്ലേ, അവര് ഇതൊക്കെ നോക്കിയിട്ട് കണ്ടിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ഒക്കെ അല്ലേ ഇങ്ങോട്ട് ഈ സിനിമ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്, സർട്ടിഫിക്കറ്റും കൊടുത്ത്. അപ്പൊ അവിടെയുള്ളവർക്കൊന്നും ബോധം ബുദ്ധിയൊന്നും ഇല്ലേ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സെൻസർ ബോർഡിൽ ഇരിക്കുന്നവരെല്ലാവരും നിഷ്പക്ഷരൊന്നും അല്ല. അതിനകത്തും BJP അനുഭാവികളും അല്ലെ മോഡി അനുഭാവികളൊക്കെ ഉണ്ട്. അവർക്ക് ആർക്കും തോന്നാത്തൊരു വികാരം ഇപ്പൊ എവിടുന്ന് തോന്നി? അപ്പോൾ അങ്ങനെ ഒരു വികാരത്തെ ഇവിടെ ഇപ്പൊ അങ്ങനെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ 17 കട്ട് ചെയ്യും, അതിനകത്ത് വില്ലന്റെ പേര് മാറ്റും, അത് മോളിൽ നിന്ന് അമിത്ഷാ ഇടപെടുന്നു. ഇവിടെ കേരളത്തില് എന്തോന്ന്, കേരളത്തിൽ മൊത്തം വോട്ടേഴ്സിനകത്ത് 14% ഇപ്പോഴും ഉള്ളൂ. ഇവിടെ ആരെ എന്ത് ബാധിക്കുന്നതായി പറയുന്നത്, എങ്ങനെ ബാധിക്കുന്നതായി പറയുന്നത്? ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഇഷ്ടം പോലെ സീറ്റുകൾ ഉണ്ടെന്ന്. ഇന്ന് നോക്കിക്കോളൂ, ബുക്ക് മൈ ഷോ എടുക്കുക, കേരളത്തിന് പുറത്തുള്ള എല്ലാ തിയേറ്ററുകളിലും സീറ്റുകളുണ്ട്. പകുതിയിലേറെ സീറ്റുകൾ കാലിയാണ്. ഒന്ന് നോക്കിക്കോ, പച്ച നിറത്തി കാണുന്നതെല്ലാം കൂടുതൽ 50% മുകളിൽ സീറ്റ് കാലിയുണ്ടെന്നുള്ളതാണ്. ഇനി നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ വരുന്ന ഒരാഴ്ചത്തേക്ക് നോക്കിക്കോളൂ, എല്ലായിടത്തും ഇഷ്ടംപോലെ സീറ്റുകളുണ്ട്. അത് മലയാളത്തിൽ മാത്രമല്ല, തെലുങ്ക് ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, ഈ ഭാഷകളിലെല്ലാം ബാംഗ്ലൂരും ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ ഇഷ്ടംപോലെ സീറ്റുകളുണ്ട്. അതിനർത്ഥം ഈ സിനിമയ്ക്കും ഈ മോഹൻലാലിനും ഈ പൃഥ്വിരാജിനും ഒന്നും കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് വലിയ വേവ്സ് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇനി കേരളത്തിലെ കാര്യം, ഇതിങ്ങനെ പബ്ലിസിറ്റി കൊടുത്ത് മാസമായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് തിയേറ്റർ മുഴുവൻ ഫുള്ളാക്കുന്നു. എന്നിട്ട് അതിന്റെ താഴെ ഒരു എഴുതി വെച്ചിട്ടുണ്ട് നോൺ ക്യാൻസലബിൾ എന്നും കൂടെ ഉണ്ട്. ഇതുകൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരങ്ങ് ആവേശം കയറുകയാണ്. ഉയ്യോ, ഇതാണ്ട് ഭയങ്കര സാധനം, ഇപ്പൊ ഒരാഴ്ചയ്ക്ക് കണ്ടില്ലെങ്കിൽ എന്തോ അവർക്ക് നഷ്ടപ്പെടും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കിയെടുത്ത് കേരളത്തിലെ തിയേറ്ററിലെ ആളെ നിറയ്ക്കാനുള്ള പരിപാടിയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് വന്ന കുറച്ചെങ്കിലും വിദ്യാഭ്യാസമുള്ള, അതായത് ഒരു +2 മുകളിൽ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ പോലും ഈ സിനിമ ഒരു ഗ്രേറ്റ് സിനിമയായിരുന്നോ, അല്ലെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്നോ, അതല്ലെങ്കിൽ ഒന്നുകൂടെ കാണണമെന്നോ അങ്ങനെ ഒരു വാക്ക് ആരും തന്നെ പറഞ്ഞിട്ടില്ല. എന്റെ ഭാര്യയും പറഞ്ഞിട്ടില്ല, എന്റെ ബന്ധുക്കളും പറഞ്ഞിട്ടില്ല, എന്റെ സുഹൃത്തുക്കളും പറഞ്ഞിട്ടില്ല. ഞാൻ പലരോടും ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു, കാരണം ഞാൻ കണ്ടു എന്നിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സൂചിച്ചില്ല. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഒരു എന്റർടൈനറാണ്, 10ൽ 6 മാർക്ക് വരെ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അത് ശരിയാണ്. നമ്മളൊരു തിയേറ്ററിൽ പോയിരുന്നിട്ട് ടൈം പാസിന് പോവുക, പോപ്കോൺ ഒക്കെ തിന്ന് അത്യാവശ്യം വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കണ്ടോണ്ടിരിക്കാം. അല്ലാതെ ഇറങ്ങി പോരാൻ തോന്നുന്നു ഞാൻ പറയുന്നില്ല. ഈ സിനിമ ഒരു ഗ്രേറ്റ് മൂവി അല്ല. ഞാൻ മുമ്പേ പറഞ്ഞ ആൾക്കാരെല്ലാരും തന്നെ ഏകദേശം ഒരേ രീതിയിലുള്ള അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. ഇത് മൊത്തത്തിൽ ഒരു മസാലപ്പടമാണ്, മിക്സ് ചെയ്തു. ഇന്ത്യൻ മുകളായി ചൈനീസ് ആണിത്. കഥ അറിയാതെ ആട്ടം കാണാൻ പോരെന്ന് പറഞ്ഞ പോലെ ഈ സിനിമ കാണാൻ പോകുമ്പോഴും ചില പ്രിപ്പറേഷൻസ് ഒക്കെ വേണം. ഒന്ന്, ആദ്യം ലൂസിഫർ എന്നുള്ള സിനിമ എന്താണെന്ന് അറിയണം, അതിന്റെ സീക്വൻസ് ആണിത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കണം. എന്നാലും പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവത്തില്ല. പിന്നെ ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ട് പരിചയമുള്ളവർക്ക്
ഒരുപക്ഷെ അറിയാൻ സാധിച്ചേക്കും. ഇതെന്താണ്, ഈ കാർട്ടൽ എന്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ അവർക്ക് പിടികിട്ടും. ഇനി നമുക്ക് ഈ സിനിമയിലേക്ക് ഒന്ന് വരാം. പെട്ടെന്നൊരു സിനിമ അറ്റ് എ ഗ്ലാൻസ് ഒന്ന് പറഞ്ഞേക്കാം. സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആ മഹാവല്യ മനുഷ്യൻ, അതായത് ലൂസിഫർ, അമാനുഷികൻ, അദ്ദേഹം ആ ലൂസിഫർ സിനിമയ്ക്കകത്ത് എല്ലാം തകർത്ത് വാരിയിട്ട് ഇവിടുത്തെ വില്ലന്മാരെയൊക്കെ ഓടിച്ചിട്ട് നായകനായിട്ടുള്ള ജതിൻ രാംദാസിനെ കേരളത്തിന്റെ ഭരണം ഏൽപ്പിച്ചിട്ട് എങ്ങോട്ടോ പോകുന്നു. സ്റ്റീഫൻ പോയി. പിന്നെ ഒരു 5 വർഷത്തേക്ക് യാതൊരു വിവരവും ഇല്ല. സ്റ്റീഫൻ ലോകത്തിന്റെ ഏതോ ഒരു കോണിലിരിക്കുന്നു. ആർക്കും അങ്ങനെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ബോംബെ വഴി ചില ലിങ്കുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഗോവർദ്ധൻ എന്ന് പറഞ്ഞ പത്രപ്രവർത്തക കുറെ കാര്യങ്ങളൊക്കെ സ്റ്റീഫനെ അങ്ങ് അറിയിക്കുകയാണ്. എന്തോ അറിയിക്കുന്നത്, ഗോഡ്സ് ഓൺ കൺട്രി, അതായത് നമ്മുടെ കേരളത്തെ രക്ഷിക്കാൻ സ്റ്റീഫനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. സ്റ്റീഫൻ കം ബാക്ക്. എന്തൊരു കഷ്ടാടെ ഇതൊക്കെ ഈ കേരളത്തിൽ ചെലവാക്കാൻ നോക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ടോ അങ്ങനെ ഒരു മായാ ലോകത്തേക്ക്, ഹാരി പോട്ടർ സിനിമ കണ്ടു ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ആ സിനിമയിൽ ഏതോ ഒരു പുസ്തകമൊക്കെ വായിച്ചിട്ട് ഒരു റോഡും ഒക്കെ കൈപിടിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വേറൊരു ലോകത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു പ്ലാനറ്റിൽ നിന്ന് വേറൊരു പ്ലാനറ്റിലേക്ക് പോവോ, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിൽ നിന്ന് വേറൊരു യൂണിവേഴ്സിലേക്ക് പോവോ, അങ്ങനെ എന്തൊക്കെയോ ഒരു സിസ്റ്റം പോലെ ഉണ്ടാക്കിയിട്ട് ഗോവർദ്ധൻ എന്ന പത്രപ്രവർത്തകനെ ഒരു ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്തിട്ട് എങ്ങോട്ടോ കൊണ്ടുപോകുന്നു. ഒരു ദിവസം രാവിലെ അയാൾ ഒരു ചായ കുടിക്കാനായിട്ടോ അല്ല ഒരു പാവക്കായ ജ്യൂസ് ആണെന്ന് ഒരു സാധനമൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അതിനടുത്ത് അയാൾ ഉണരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വീണ്ടും ദൈവം പ്രത്യക്ഷപ്പെടുന്നത് പോലെ നമ്മുടെ എമ്പുരാൻ അഥവാ സ്റ്റീഫൻ പ്രത്യക്ഷപ്പെടുന്നു. അയാളുടെ പുറകെ പോയിട്ട് 2-3 ഡയലോഗ് അടിക്കുന്നു. അങ്ങനെ ഗോവർദ്ധന്റെ ശ്രമം സക്സസ്ഫുൾ ആയി. പിന്നെ കുറച്ച് രാഷ്ട്രീയം, ഇവിടുത്തെ കുട്ടകളി, കുറെ മീറ്റിങ്ങുകൾ. ഞാൻ ശരിക്കും ഉണ്ടല്ലോ സായികുമാർ എന്ന് പറഞ്ഞ ആ വലിയ നടൻ ആ സിനിമയെ കണ്ടപ്പോൾ ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു, ഇദ്ദേഹം എന്തൊക്കെയോ ചെയ്യുന്നു. പക്ഷെ ഒരു കൊഞ്ഞാണനായിട്ട് വെറും ഒരു നോക്കൂത്തിയായിട്ടാണ് ആ സിനിമയെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നല്ല കഴിവുള്ള സിറാജ് വെഞ്ഞാറമൂട് അങ്ങനെ വെറും ജോക്കറാക്കി കളഞ്ഞു സിനിമയിൽ. പിന്നെ 3-4 ഫേസുകളൊക്കെ ഉണ്ട് അതിനകത്ത്. വളരെ കാര്യമായിട്ട് തന്നെ ക്യാമറ അവരുടെ മുഖത്തൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കാർക്കും പ്രത്യേകിച്ച് യാതൊരു റോളും ഇല്ല. അവരെന്താ ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല. ഈ വേപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്, ഇലക്ട്രോണിക് സിഗരറ്റ് ആണ്. ഈ ഇലക്ട്രോണിക് സിഗരറ്റിനകത്ത് ഡ്രഗ് സബ്സ്റ്റൻസ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ടാക്കിയത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഇത് നിരോധിച്ചൊരു സാധനമാണ്. ഈ സാധനമാണ് നമ്മുടെ അറ്റ് പ്രസന്റ് മുഖ്യമന്ത്രി ജതിൻ രാംദാസ് വലിക്കുന്നത്. അത് കാണിച്ച മോശമായി പോയി കേട്ടോ. അയക്ക് വേണേൽ സിഗരറ്റ് വലിക്കായിരുന്നു, പക്ഷേ ഈ വേപ്പ് വലിക്കുന്നത് കാണിച്ചത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു നടപടിയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. നമ്മുടെ ജതിൻ രാംദാസ് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുന്നു. അയാള് തെറ്റായ വഴിയിലേക്ക് പോയി, സാത്താന്റെ വഴിയിലേക്ക് വീണു പോകുന്നു. അയാളെ സഹായിക്കാനായിട്ട് വരുന്ന ആരാണ്? സിനിമയുടെ ആദ്യത്തെ ഒരു വയലൻസ് ഉണ്ടായിരുന്നു. അവർ ചിലരൊക്കെ പറയുന്നത് നരേന്ദ്രമോദിയായിട്ട് ബന്ധപ്പെട്ട വയലൻസ് ആണ്, ഗുജറാത്തിലെ വയലൻസ് ആണെന്നൊക്കെ പറഞ്ഞ് 2002 എന്നുള്ള ഒരു വയലൻസ് ആണെന്നൊക്കെ എടുത്ത് കാണിച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരികയാണ് ബജരംഗോ അല്ലെങ്കിൽ ബാലരാജ് ഇതാ കേരളത്തിലേക്ക് വരുന്നു ഇവന്റെ സഹായിയായിട്ട്. ജതിൻ രാംദാസിന്റെ പുതിയ പാർട്ടി ഷണ്ട മുക്തി മോർച്ച. ഈ പേരൊക്കെ മലയാളിയുടെ നാക്കെ എന്തോന്ന് പേരാണ് ഇതൊക്കെ. വേറെ വല്ല കേരള സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊക്കെ ഇടാനുള്ളത് എന്താണ് മുക്തി മോർച്ചയൊക്കെ ആയിട്ട് വന്നിരിക്കുക. എനിക്കിത് കേട്ടിട്ട് ഞാൻ തന്നെ ഒരു 3-4 പ്രാവശ്യം ശ്രദ്ധിക്കേണ്ടി വന്നു. ഇതെന്തോന്ന് പാർട്ടിയുടെ ഒന്നും അറിയാൻ വേണ്ടിയിട്ട്. ഒരു വണ്ടിയെ കൊണ്ടുവന്ന് കുറെ കൊടി അങ്ങോട്ട് ഇറക്കി കൊടുക്കുന്നു, പഴയ കൊടി മാറ്റിയിട്ട് പുതിയ കൊടി പിടിപ്പിക്കും. ഇതൊക്കെ എവിടുത്തെ ടെക്നോളജിയാ? ചിരിക്കാതിരിക്കുന്നത് എങ്ങനെയാ ഒന്ന് പറഞ്ഞേ. പിന്നെ ഒരു മായാ ലോകമാണ്. കുറെ ഇംഗ്ലീഷ് സിനിമയെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പൃഥ്വിരാജിനെ കൊണ്ടുകൂടെ സാധിച്ചിട്ടുണ്ട്. പൃഥ്വിരാജാണല്ലോ സംവിധാനം നടത്തിയിരിക്കുന്നത്. അത് ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുകയാണ്. 40 വർഷമായിട്ട് നല്ല ഇംഗ്ലീഷ് ആക്ഷൻ മൂവീസ്, ഹൊറർ മൂവീസ് എല്ലാം വളരെ സീരിയസ് ആയിട്ട് അത് ഇതുപോലെ റിവ്യൂ നടത്താൻ വേണ്ടി തന്നെ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഓരോ ഷോട്ട് കണ്ടു കഴിയുമ്പോഴും എനിക്ക് പെട്ടെന്ന് ഞാൻ ഇതിനു മുമ്പ് കണ്ട 10 വർഷം 20 വർഷം 30 വർഷം മുമ്പ് കണ്ട സിനിമകളുടെ ഓർമ്മകൾ എനിക്ക് വരികയാണ്. അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. ആക്ഷൻ സിനിമകളുടെയൊക്കെ റീമേക്ക് പോലെ ഇവിടെ ഉണ്ടാക്കി ഏകദേശം ഒരു വലിയ ജൈജാന്റിക് ഫീലിംഗ് ഒക്കെ ഉണ്ടാക്കിയെങ്കിലും ഇത് എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് പൃഥ്വിരാജിന് അറിയത്തില്ല. മോഹൻലാൽ അല്ലെങ്കിൽ സ്റ്റീഫൻ എന്ന് പറയുന്ന ആള് കേരളത്തിന്റെ ഭരണം ജതിൻ രാംദാസിനെ ഏൽപ്പിച്ചിട്ട് പോയി. ജതിൻ രാംദാസ് തെറ്റായ വഴിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? ഈ സ്റ്റീഫൻ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ അയാൾ ലോകത്ത് എവിടെയോ പോയിട്ട് ഇത്തിരി നല്ലവനായിട്ട് എന്തോ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം നടത്തുക എന്നൊക്കെയല്ലേ. പക്ഷെ അയാൾ അവിടെ കാർട്ടലാണ് നടത്തുന്നത്. എന്താണ് കാർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് നടത്തുന്നു. അത് ഗോൾഡ് ആകാം, ഡ്രഗ്സ് ആകാം, എന്തോ ആകട്ടെ. ആ രീതിയിലാണ് അയാളുടെ ഒരു ഗാങ്. അവരുടെ എല്ലാം തോക്ക്, പിന്നെ ഹെലികോപ്റ്റർ എന്ന് വേണ്ട മെഷീൻ ഗണ്ണ്, വലിയ വലിയ കാറുകൾ, SUV ഇഷ്ടം പോലെ ഉണ്ട്. അയാൾക്കൊരു ഓപ്പോസിഷൻ ഗാങ്ങും ഉണ്ട്, ആഫ്രിക്കക്കാരന്റെ അല്ലെ ഒരു നീഗ്രോയുടെ. ആ നീഗ്രോയുടെ പേരാണ് കബൂഗ. കബൂഗയും നമ്മുടെ സ്റ്റീഫനും. സ്റ്റീഫന്റെ പേര് അപ്പം അവിടെ ചെന്നപ്പോ ഉണ്ടല്ലോ ഖുറേഷി അബ്രാം അല്ലെങ്കിൽ അബ്രാം ഖുറേഷി. അങ്ങനെ അത് ഒരു ഇസ്ലാമായിട്ട് മാറിയിരിക്കുകയാണ്. ഇസ്ലാം അല്ലേ? അതെ, അങ്ങനെ തന്നെ വിചാരിച്ചു. അപ്പോൾ സ്റ്റീഫൻ നല്ല പേര് വിട്ടു. ശരി. എന്നിട്ട് ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ്. ഖുറേഷിയെ കബൂഗ ഉപദ്രവിക്കുന്നു, അല്ലെ കബൂഗയെ ഖുറേഷി ഉപദ്രവിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കുറെ ഫൈറ്റുകൾ എന്തിനാന്ന് അവർക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. എനിക്ക് വന്ന് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവരെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. എബ്രാം ഖുറേഷി അങ്ങ് പോവുകയാണ് കബൂഗയുടെ അടുത്തോട്ട് തീർപ്പുണ്ടാക്കാനോ തീരുമാനം എടുക്കാനോ എന്തൊക്കെയാണ്. അവിടെ ചെന്നിട്ട് ഒരു വെടിവെപ്പും ഒരു ഫൈറ്റും ഒക്കെ. അതിനകത്ത് അവിടെയാണ് നമ്മുടെ കൊച്ചുനായകൻ പൃഥ്വിരാജ് ഒരു കയറ തൂങ്ങി ഇറങ്ങുന്നു, ഒരു ലേസർ തോക്കുമൊക്കെ പിടിച്ചുകൊണ്ട്. പിന്നെ അവിടുന്ന് നമ്മുടെ അബ്രാം ഖുറേഷി രക്ഷപ്പെടുന്നു. അതിനെക്കുറിച്ചൊരു കള്ളവാർത്ത ഉണ്ടാക്കുന്നു. ഇതൊക്കെ എന്തിനാ കേരളത്തിൽ കാണിച്ചെന്നുള്ളത് എനിക്കറിയത്തില്ല, പൃഥ്വിരാജിനും അറിയത്തില്ല.
എന്നിട്ട് വീണ്ടും അവർ കേരളത്തിലേക്ക് വരുന്നു. ആ സമയത്ത് നമ്മുടെ പ്രിയദർശിനി ജതിന്റെ പെങ്ങള് മഞ്ജുവാര്യർ അച്ഛന്റെ പാത തന്നെ പിന്തുടരുന്നു. പക്ഷെ മഞ്ജുവാര്യർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ആരാണ്? മഞ്ജുവാര്യരുടെ ഗോഡ് ഫാദർ ആരാണ്? മഞ്ജുവാര്യരെ രക്ഷിക്കാൻ വരുന്ന ആളാരാണ്? അയാൾക്ക് വിദേശത്ത് കള്ളക്കടത്താണ് പരിപാടി, അല്ലെ കാട്ടൽ വേണം, അനധികൃത ബിസിനസ് ആണ്. കൊള്ളാല്ലേ? നല്ല കോമ്പിനേഷൻ, നല്ല സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മുടെ പ്രിയദർശിനി ഒരു ദിവസം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ ഒരു ഡാമിന്റെ പ്രശ്നമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നു.